നേരെ പോയി നമുക്ക് ആ സ്പെഷ്യൽ ഗസ്റ്റിനെ പരിചയപ്പെടാം. എൻ്റെ വൈഫ് അനിതയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിത. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഇബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയാറുള്ളത് പോലെ പോസിറ്റീവായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഷെയർ ചെയ്യുന്ന ഈ ചാനലിൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. എൻ്റെ വൈഫ് അനിതയുടെ ബർത്ത്ഡേ ആണ്. ചെറിയൊരു സങ്കടം, പിള്ളേർ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലാണ്. അവർ ഈയിടെയായിട്ട് വന്നു പോയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയൊക്കെ അമ്മയെ അവർ വിഷ് ചെയ്തു. പക്ഷേ ഉള്ള ആൾക്കാരെ കൊണ്ടൊരു ചെറിയ സെലിബ്രേഷൻ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് സർപ്രൈസായിട്ട് ഒരു ഗസ്റ്റ് എത്തുകയും ചെയ്തത്. അതാരാണെന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ വൈഫ് അനിതയുടെ ബർത്ത്ഡേ. അങ്ങനത്തെ ഇതാണ് ബർത്ത്ഡേ ഗേൾ. ഇന്ന് ഡേറ്റ് മെയ് 7. ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും എന്നറിയാം. പക്ഷേ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളൂ. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി ആണല്ലോ, സബ്സ്ക്രൈബേഴ്സൊക്കെ. നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേർ ഇവിടെ ഇല്ല, അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഇതൊക്കെയുള്ളൂ. പക്ഷേ അവർ 12 മണിക്ക് രാത്രി എന്നെ വിളിച്ച് മോനും ട്വിൻസും ഒക്കെ വിഷ് ചെയ്തു. പിന്നെ ഇവിടെ അച്ഛനും അമ്മയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും വന്നിട്ട് നേരെ പോയി നമുക്ക് ആ സ്പെഷ്യൽ ഗസ്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ ആ സ്പെഷ്യൽ ഗസ്റ്റിനെ പരിചയപ്പെടാനുള്ള സമയമായി. ദേ ഇതിപ്പോ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒന്നല്ല നമുക്ക് അറിയാം. എല്ലാവർക്കും അറിയാം, ഞാൻ ഇടയ്ക്ക് ഇവിടെയും രാജേഷേട്ടൻ അവിടെയും നമ്മളെ. അതെ, പക്ഷെ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പൊ അരുൺ രാഘവ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭാര്യയിലൂടെയും മിസ്റ്റർ ഹിറ്റ്ലറിലൂടെയും ഒക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഏതായാലും വന്നത് ബർത്ത്ഡേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, അതൊരു സ്പെഷ്യൽ കാര്യമാണ്. അത് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഘോരഘോരമായിട്ട് നമ്മൾ കുറച്ച് പ്രസംഗിക്കും പറയുകയൊക്കെ ചെയ്യാം. അത് അരുൺ തന്നെ പറയും. പക്ഷെ ഇന്ന് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് ദേ അനിതയുടെ ബർത്ത്ഡേ. അപ്പൊ നമുക്കിന്ന് അടിച്ചു പൊളിക്കാം. അപ്പോൾ മിസ്റ്റർ അരുണിന്റെ അചാനബാഹുവായ വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടി പുറത്ത് ഫുഡിന് വേണ്ടി പോവാണ്. ഏതായാലും അനിത ഒരു നോൺ വെജ് പ്രേമി ആയതുകൊണ്ട് ഫുഡ് ഇന്ന് പുറത്തുനിന്നാക്കാന്ന് വെച്ചു. കാറിന് തോർന്നാണ് അച്ഛൻ പറയുന്നത്. ഏതായാലും അരുണല്ല കേട്ടോ, അരുൺ അതെ വെജാണ്. അമ്മ പക്ക വെജാണ്. അപ്പൊ ഏതായാലും നമുക്കിനി റെസ്റ്റോറൻറ്റ് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. പിള്ളേർ ബാംഗ്ലൂരിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടി സർപ്രൈസായിട്ട് അവരുടെ എൻ്റെ ഫ്രണ്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്, എൽസ എന്ന് പറഞ്ഞിട്ട്. അവരെ കൊണ്ട് സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിച്ച കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. അപ്പോൾ കേക്ക് റെഡി. ഇനി ബർത്ത്ഡേ ഗേൾ എത്തണം. അത്ര ഇന്ന് കേക്ക് മാത്രമല്ല, അതിനകത്തുള്ള ഒരു ഫേവറേറ്റ് സ്വീറ്റാണ് ഗുലാബ് ജാമുൻ. അത് അമ്മ തന്നെ വീട്ടിലുണ്ടാക്കിയിരിക്കണം. ഹോം മെയ്ഡ് ഗുലാബ് ജാമുൻ. ദേ അമ്മ അവിടെ അതൊക്കെ റെഡിയാക്കി വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൂപ്പർ ഷെഫിന്റെ ഗുലാബ് ജാമുൻ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനിത. Happy birthday to you. Bless you. May good Lord bless you. Happy birthday to you. Happy birthday to you. ഇന്നതാ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഇന്നത്തെ കൊച്ചു സെലിബ്രേഷൻസ് കഴിഞ്ഞു. നിങ്ങളായിട്ടതൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളിലത്. അതാണല്ലോ ഒരു വ്ളോഗ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊക്കെ ഹോളിഡേ, പിന്നെ എന്താ പറയുക, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് മുട്ടായി കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, പ്രസൻസ് കിട്ടുന്നൊക്കെ. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ വയസ്സ് കൂടുമെന്നുള്ളൊരു സംശയമൊക്കെ വരും അല്ലേ. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത്
ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മനോഹരമായ ഭൂമിയിൽ ഒരു വർഷം കൂടി നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത് ഒരു മനോഹരമായ വർഷം കൂടി കഴിഞ്ഞുപോയി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷവും മനോഹരവും, ഇനി വരാനുള്ള എല്ലാ വർഷങ്ങളും മനോഹരവും. ഇതുപോലെ തന്നെ നിങ്ങളുടെയും എല്ലാ ബർത്ത്ഡേസും അടിപൊളിയാവട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ബർത്ത്ഡേസ് അടിപൊളിയാവട്ടെ, നിങ്ങളുടെ ഓരോ ദിവസവും അടിപൊളിയാവട്ടെ. സോ എപ്പോഴും പറയാനുള്ളതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് രാജേഷ് ഹെബ്ബാർ സെയിങ് ടാറ്റാ.